എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എല്ലാരും ഇതെല്ലാം കുടുംബശ്രീ സെക്രട്ടറിമാരും പ്രസിഡന്റും പിന്നെ CDS ADS അംഗങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എല്ലാരും നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. നമ്മുടെ ഈ വാർഡിന്റെ ഒരു CDS ADS മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും കുടുംബശ്രീ അംഗങ്ങളാണ്, ഓരോ അയൽക്കൂട്ട അംഗങ്ങളാണല്ലോ അല്ലേ? എന്താണ് അയൽക്കൂട്ടം? ഓരോരുത്തരായിട്ട് പറഞ്ഞേ, എന്താണ് അയൽക്കൂട്ടം? പറഞ്ഞേ ചേച്ചി, പറഞ്ഞേ. ഓ, അയൽക്കൂട്ടം എന്ന് പറഞ്ഞാ കുറെ പേർക്ക്, കുറെ പെണ്ണുങ്ങൾക്ക് ഇരുന്നോണ പറയാ, പരസ്പരം അടികൾ കൂടാ. പിന്നെ എന്തര്, നമ്മൾ കൊണ്ടിടുന്ന പൈസ തന്നെ നമ്മള് ലോൺ എടുത്ത് അതിനും പലിശ ചേർത്ത് കൊടുത്ത് ഒരു ഗുണവുമില്ല. എന്താ അയൽക്കൂട്ടം പറഞ്ഞേ? ഞാൻ പറയാം. അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ആർക്കും അടിച്ചമർത്താൻ പറ്റാത്ത ഒരു സംഘടനയായിരിക്കണം. ബെസ്റ്റ്. ഒരിക്കലും ഒരാൾക്ക് പോലും നമ്മളെ അടിച്ചമർത്താൻ സാധിക്കരുത്. വീട്ടിലായാലും നമ്മൾ പറയുന്നതിന്റെ വാക്കിന്റെ അപ്പുറം ഒരു മനുഷ്യൻ ശബ്ദിക്കരുത്. അത്രത്തോളം വളരണം അയൽക്കൂട്ടം. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നത്? പുതിയ ഇറക്കുമതിയാ? പുതിയതാ? എന്തൊരു ഭാഷ! ഭർത്താക്കന്മാരെയൊക്കെ നമ്മൾ വരച്ച വരയിൽ നിർത്തണം. അതാണ് സ്ത്രീകളുടെ കഴിവ്. അത്രത്തോളം വളരണം അയൽക്കൂട്ടം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അയൽക്കൂട്ടം എന്ന് പറയുന്നത് അതാണ്. എന്തൊരു വർത്താനോ ഈ ഭർത്താക്കന്മാരെ അടിച്ചമർത്തി ഇട്ടിട്ട് ഇറങ്ങിയൊക്കെ നടത്തി. ഇയാളുടെ ഒപ്പീനിയൻ അതായിരിക്കും. ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. ആരെയും അടിച്ചമർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണോ ഒരു പെണ്ണുങ്ങളെ വർത്താനം? കൾച്ചർലെസ് ഫെലോ. അപ്പോ അയൽക്കൂട്ടം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ചേച്ചി എല്ലാവർക്കും കൂടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം. പിന്നെ നമ്മൾ അറിയാതെ തന്നെ കുറച്ച് സമ്പാദിക്കാവോ, അതിൽ നിന്ന് ലോണൊക്കെ എടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും അല്ല അയൽക്കൂട്ടം. അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം സഹായ സംഘങ്ങളാണ്. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നമ്മൾ തന്നെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ഇട്ട് അതിൽ നിന്ന് നമ്മൾ ലോണുകളായി എടുത്ത് നമ്മൾ സ്വയം സംരംഭകരൊക്കെ ആയി നമ്മളൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വനിതകളുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘങ്ങളാണ് അയൽക്കൂട്ടം. കുറെ പെണ്ണുങ്ങൾക്ക് ഇരുന്നോണോ അറിയാം, അത് തന്നെ അയൽക്കൂട്ടം. ഞാൻ കണ്ടിടത്തോളം അത് തന്നെ അയൽക്കൂട്ടം. നിങ്ങൾ ഓരോരുത്തരും പറയൂ, നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ഓരോരുത്തരായിട്ട് പറയൂ. വീട്ടിൽ ഇപ്പൊ എന്തൊരു വില എന്നൊക്കെ പറഞ്ഞാൽ ലോൺ എടുക്കാൻ സമയത്ത് ലോൺ എടുത്തോണ്ട് വാടി എന്ന് പറയും. ലോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞ പിന്നെ അടയ്ക്കാൻ നേരത്തെ അവിടെ അടിയും ബഹളവും തന്നെ. ചേച്ചി എന്തൊരു വീട്ടില് വില, നമുക്കെല്ലാം പഴയതുപോലെ തന്നെ. ചേച്ചി പറ, എന്തൊരപ്പോ ലോണുകൾ എടുത്ത് പിന്നെ അടയ്ക്കാൻ കിടന്ന പാട്. ലോൺ ഈ പറയും പോലെ തന്നെ ലോൺ എടുക്കാൻ പറയുമ്പം ലോൺ എടുത്തോണ്ട് വാന്ന് പറയാം. അടയ്ക്കാൻ നേരത്ത് വീട്ടിനകത്ത് അടി. ഇപ്പഴും എന്റെ വീട്ടിൽ എനിക്ക് ഒരു വാക്ക് പറയാൻ പറ്റൂലേ എന്റെ പൊന്ന. അപ്പൊ ഞാൻ എന്റെ വീട്ടിലെ വില പറയാം. ഇന്ന് എന്റെ വീട്ടില് എന്റെ വാക്കിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. എനിക്കൊക്കെ കേൾക്കുമ്പോ ശല്യം. ഞാൻ വരണില്ല എന്ന് പറഞ്ഞതാണ് മീറ്റിംഗ്. എന്താ, ഏത് പ്രായമായാലും നമുക്ക് നല്ലൊരു എനർജി വേണം അല്ലേ? എന്നും നമ്മൾ എന്തായിരിക്കണം? 18 ആയിരിക്കണം. നമ്മള് 18-ലായിരിക്കണം. എന്നും നമ്മൾ എങ്ങായിരിക്കണം. വയസ്സ് നമുക്കൊരു പ്രശ്നമേ അല്ല. അപ്പൊ നമുക്കൊരു ഡാൻസ് കളിച്ചാലോ? ഡാൻസ് കളിപ്പാന് കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. എല്ലാരും കളിച്ചേ. ഇതെന്തൊരു ഡാൻസ് ക്ലാസ്സാ? അതാ അംഗൻവാടിയ? എനിക്ക് വയ്യ. ഒരിക്കൽ കൂടെ എല്ലാരും നന്നായിട്ട് കളിച്ചേ. കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കളിച്ചോളൂ, എല്ലാരും കളിച്ചോളൂ. കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. എന്താ എനർജി! കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. ചാട്ടണം. എന്തൊരൊക്കെ കേപ്പാൻ, എന്തൊരൊക്കെ കാണാൻ ഒരയൽക്കൂട്ടം. ഈ പെണ്ണാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. എനർജി വരട്ടെ എല്ലാരും കളിച്ചോളൂ. കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. അപ്പൊ അതൊക്കെ കിടന്ന് ചാട്, കണ്ണി കൊള്ളു. എന്തായിരിക്കും? പോട്ടേച്ചി പോട്ട്. കുഞ്ഞു കുഞ്ഞു കുരുവി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. എന്റെ പൊന്നേച്ചി കൈ ഉളുക്കുന്നു. കുറെ കാലം കൊണ്ട് അനങ്ങാതിരുന്നിട്ട്. ഇങ്ങനെയൊക്കെ 2 ഡാൻസ് കളിച്ചാൽ ചിലപ്പോ ശരിയാവുമായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പോ വയ്യ, വിശന്നിരിക്കാൻ വയ്യ. കഴിഞ്ഞെങ്കിൽ ഇത്തിരി ഉണ്ണാൻ പോവായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല എനർജി ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. തീർന്ന
അപ്പോ താങ്ക് യു. എല്ലാവർക്കും ബൈ. എല്ലാരും സന്തോഷമായിട്ട് വീട്ടിൽ പോകണം. എല്ലാരും ഫുഡൊക്കെ കഴിച്ചല്ലോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് വീട്ടിൽ പോയിക്കോണം. ഇതിപ്പോ അപ്പി താഴെ ഉണ്ടിട്ട് നമുക്ക് പോവാൻ.